وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. انطلقوا إلى ما كنتم به تكذبون. انطلقوا إلى ظل ذي ثلاث شعب لا ظليل ولا يغني من اللهب إنما ترمي بشرر كالقصر كأنه جمالة صفر ويل يومئذ للمكذبين. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുക. വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതം അള്ളാഹു പൊരുത്തപ്പെടുന്നതാക്കുക. അള്ളാഹു വെറുക്കപ്പെടുന്ന, അവൻ ഇഷ്ടപ്പെടാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുക. അള്ളാഹു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുവാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകത്തെ നിഷേധിക്കുന്ന നിഷേധികളോട് സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുവാൻ അവരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. മുൻഗാമികളാകുന്ന പലരെയും, ഇങ്ങനെ സത്യം നിഷേധിച്ചിട്ടുള്ള പലരെയും ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നടത്തി. അതോടുകൂടെ ഈ ഭൂമിയെ മുഴുവനും അല്ലാഹു ആകുന്ന ഞാൻ എല്ലാത്തിനെയും, ജീവിച്ചിരിക്കുന്നവരെയും ജീവിച്ചവരെയും മരിച്ചവരെയും എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഭൂമിയെ സംവിധാനിച്ചത് ഞാനാണ് എന്ന് ഓർമ്മപ്പെടുത്തി. അങ്ങനെ മാത്രവുമല്ല, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ നൽകിയിട്ടുണ്ട്. ഉന്നതമായി ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ ഭൂമിയിൽ ഏർപ്പാടാക്കിയിട്ടുള്ളത് എല്ലാം ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, സ്വന്തം സൃഷ്ടിപ്പിനെ കുറിച്ച് എല്ലാം സത്യനിഷേധികളാകുന്ന ആളുകളെ അവരുടെ മനസ്സിൽ തറക്കുന്ന വിധം ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ഇതൊക്കെ മനുഷ്യരാകുന്ന ആളുകൾക്ക് ചെയ്തു തന്നത് അല്ലാഹുവാണ്, വേറെ ഒരാൾക്കും അതിലൊന്നും പങ്കില്ല എന്നിരിക്കെ ഇത്രയും വലിയ ഈ യാഥാർത്ഥ്യത്തെ, ഇതിനെയൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യമാണ്, ഒക്കെ ചെയ്തു തന്നത് അല്ലാഹുവാണ്, എന്നിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും സത്യനിഷേധത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി ഒരു രക്ഷയൊന്നുമില്ല. നിങ്ങളെ കാത്തിരിക്കുന്നത് മാരകമായ, അപാരമായ, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ശിക്ഷയായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് സത്യനിഷേധികളാകുന്ന ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട്, അവരെ നേരിട്ട് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാ, ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യമായിരിക്കെ ഇതിനെയൊക്കെ നിഷേധിച്ച് തള്ളി മാറ്റി വീണ്ടും സത്യനിഷേധത്തിലൂടെയാണ് പോകാൻ നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ ഓർക്കണം മനുഷ്യരെ, انطلقوا إلى ما كنتم به تكذبون. ഓ വ്യാജമാക്കുന്ന മുക്കദ്ദിബീങ്ങളെ,
ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കെ, മേൽ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ സത്യമായിരിക്കെ, അതൊക്കെ ചെയ്തു തന്നത് ഞാനായിരിക്കെ, വീണ്ടും നിങ്ങൾ നിഷേധിക്കുന്നവരാണെങ്കിൽ, വീണ്ടും നിങ്ങൾ കളവാക്കിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഇൻ ത്വലിഖൂ, നിങ്ങൾ പോവുക, ഇൻ ത്വലിഖൂ, നിങ്ങൾ പോകുക, ഇലാമാ കുന്തും ബിഹി, ഇലാമാ ഒന്നിലേക്ക്, കുന്തും ബിഹി അതിനെ നിങ്ങളായിരുന്നു, തുകദ്ദിബൂന വ്യാജമാക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതൊന്നിനെയാണോ വ്യാജമാക്കി കൊണ്ടിരിക്കുന്നുവോ, ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കി കൊണ്ടിരിക്കുന്നത്, അതിലേക്ക് തന്നെ നിങ്ങൾ പോയിക്കൊള്ളുവീൻ എന്ന് നിഷേധികളെ വിളിച്ചുകൊണ്ടല്ല പറയാ. നിങ്ങൾ നിഷേധിക്കുന്ന എന്തിനെയാ? മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു, മരണത്തിന് ശേഷം ഇനി ഒരു ജീവിതം ഉണ്ടാവുകയില്ല, മണ്ണിനോടങ്ങ് ചേർന്ന് പോയാൽ, ലയിച്ചു പോയാൽ, ആ എല്ലും തോടുകളും കഷ്ടങ്ങളും ഒക്കെ പെറുക്കിയെടുത്ത് വീണ്ടും ഒരു മനുഷ്യരൂപത്തിലാക്കി എല്ലാവരും കൂടെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടി അവരെ വിചാരണ ചെയ്യുക, അങ്ങനെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോവുക. ഇതിനെയല്ലേ നിങ്ങൾ നിഷേധിക്കുന്നത്? ആ നിഷേധിക്കുന്ന പരലോകത്തേക്ക്, ആ നിഷേധിക്കുന്നതിലേക്ക് തന്നെ നിങ്ങൾ പോയിക്കൊള്ളുക. എന്നിട്ട് പോയിട്ട് തുടർന്നല്ല പറയാ, ഏതൊന്നിനെയാണോ നിങ്ങൾ കളവാക്കി കൊണ്ടിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾ പോവുക. ഇൻത്വലിഖൂ, അതായത് നിങ്ങൾ പോവുക എവിടേക്ക്? ഇലാ ളില്ല്, തണലിലേക്ക് നിങ്ങൾ പോവുക. എങ്ങനെയുള്ള തണലാണ്? മൂന്ന് അറകളുള്ള, മൂന്ന് ശാഖകളുള്ള ഒരു തരത്തിലുള്ള തണലിലേക്ക്, നിഴലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് അല്ലാഹു തആല വ്യാജമാക്കുന്നവരെ വിളിച്ചുകൊണ്ട് പറയുന്നു. നിങ്ങൾ പരലോകത്തെ നിഷേധിക്കുന്നു അല്ലേ? ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കെ വീണ്ടും നിഷേധികളായി, താന്തോന്നിയുകളായി, അള്ളാഹുവിനെ മറന്ന്, ദീനിനെ പരിഹസിച്ച്, അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ച് ജീവിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ പോവുക എവിടേക്ക്? നരകത്തിലേക്ക് പോവുക. മൂന്ന് ശാഖകളുള്ള തണലിലേക്ക് പോവുക എന്നാണ്. ആ തണലിന്റെ പ്രത്യേകത, ദുനിയാവില് നമ്മൾ വിയർത്തൊലിക്കുമ്പോ, ചൂട് കൊണ്ട് പൊള്ളുമ്പോ എവിടെയെങ്കിലും ഒരു തണല് കിട്ടിയാൽ ആ തണൽ നമുക്ക് ആശ്വാസമാണ്. ദുനിയാവിലെ തണല് നമുക്ക് ആശ്വാസമാണ്. ആ ചൂടിൽ നിന്ന്, സൂര്യന്റെ ചൂടിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടും. ഇവിടെ അള്ളാഹു പറഞ്ഞത്, മുകദ്ദിബീങ്ങളാകുന്ന കളവാക്കിയ ഈ ആളുകളോട് പറയുന്നത് നിങ്ങൾ തണലിലേക്ക് പോവുക എന്നാണ്. പക്ഷേ ആ നരകത്തിലെ, ആ പരലോകത്തിലെ തണലിന്റെ പ്രത്യേകത, ഒരിക്കലും അത് തണൽ നൽകുന്നതല്ല, ഒരിക്കലും ഒരു തണലും നൽകുകയില്ല. വലാ യുഗ്നീ മിനൽ ലഹബ്, നരകത്തിന്റെ ജ്വാലയിൽ നിന്ന്, അഗ്നിജ്വാലയിൽ നിന്ന് അവരെ തടുക്കാനോ ആ ചൂടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശമനം, ഒരു കുറവ് വരുത്താനോ കഴിയുന്ന തണലല്ല അത്. അത് ചൂടിൽ നിന്ന് നിഴൽ നൽകുന്നതല്ല, തണൽ നൽകുന്നതല്ല. അഗ്നിജ്വാലയിൽ നിന്ന് ആ തണൽ അവരെ തടുക്കുകയും ഇല്ല. അങ്ങനത്തെ ആ തണലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് അല്ലാഹു തആല മുകദ്ദിബീങ്ങളാകുന്ന ആളുകളോട് പറയുന്നു. ഓരോ നിമിഷവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട് ലോകത്ത് ജീവിച്ചിട്ടും ആ അള്ളാഹുവിനെ നിഷേധിച്ച് പരലോകത്തെ കളവാക്കി ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് നരകമായിരിക്കും. ഇന്നഹാ തർമീ ബിശററിൻ കൽകസ്ർ, അല്ലാഹു പറയാ, ഇന്നഹാ, തീർച്ചയായും ആ നരകം, തീർച്ചയായും അത്, ഏത് നരകം? മുകദ്ദിബീങ്ങളാകുന്ന, കളവ് നിഷേധികളാകുന്ന ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകും, ആ നരകത്തിലേക്ക് വലിച്ചെറിയും. ഇന്നഹാ, തീർച്ചയായും നരകം, തർമീ, അത് എറിയുന്നതാണ്, ബിശറർ, തീപ്പൊരികൾ എറിയും.
ആ നരകം ചില തീപ്പൊരികളെ എറിയുന്നതാണ്. എന്താണ് ആ എറിയുന്ന തീപ്പൊരിയുടെ പ്രത്യേകത? കൽ ഖസ്ർ, അത് വലിയ കോട്ടകൾ പോലെയുള്ള തീപ്പൊരികളായിരിക്കും. വലിയ കെട്ടിടം, വലിയ മണിമാളിക പോലെയുള്ള തീപ്പൊരിയതാ ആ നരകം വീശിയെറിയുന്നതാണ്. കഅന്നഹു ജിമാലത്തുൻ സുഫർ, തീർച്ചയായും നരകം വൻ കെട്ടിടം പോലെയുള്ള മണിമാളിക പോലെയുള്ള തീപ്പൊരി വീശുന്നതാണ്, തീപ്പൊരി എറിയുന്നതാണ്. കഅന്നഹു, അതായണെന്നത് പോലെ, അതാണെന്നത് പോലെ. ഏതുപോലെയാണ് ആ മണിമാളിക പോലെയുള്ള തീപ്പൊരി ഉണ്ടാവുക? കഅന്നഹു, അതാണെന്നത് പോലെ. ജിമാലത്തുൻ, ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുണ്ടാകും. സുഫുറുൻ, മഞ്ഞ നിറമുള്ള. ആ തീപ്പൊരിയെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല മുകദ്ദിബീങ്ങളാകുന്ന ആളുകൾക്ക് നൽകുന്ന ശിക്ഷയെ കുറിച്ച് പറയാ. അതിൽ നിന്ന് ചില തീപ്പൊരികൾ എറിയും. ആ തീപ്പൊരികൾ വലിയ കെട്ടിടം പോലെയുണ്ടാകും എന്ന് മാത്രമല്ല, ആ തീപ്പൊരി മഞ്ഞ നിറത്തിലുള്ള കൂട്ടങ്ങളെ പോലെ ഇരിക്കും. മഞ്ഞ നിറത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങളെ പോലെ ഇരിക്കും. അങ്ങനെയുള്ള തീപ്പൊരികൾ ആ നരകം എറിയുന്നതാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, വൈലുൻ, നാശമാണ്, മഹാകഷ്ടമാണ്. യൗമഇദിൻ, അന്നത്തെ ദിവസം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ് അന്നത്തെ ദിവസം മഹാകഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഭയാനകരമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിക്കാതെ തോന്നിവാസികളായി നടന്ന് എല്ലാത്തിനെയും നിഷേധികളാകുന്ന ദീനിനെ പരിഹസിക്കുന്ന ആളോടൊപ്പം കൂടി നമ്മളും അവരെ പോലെ കൂട്ടം കൂടികളായി മാറിയാൽ, നമ്മളും നിഷേധികളായി മാറിയാൽ ആ നരകത്തിന്റെ ഭയാനകത, ആ നരകത്തിന്റെ ശിക്ഷ നമ്മളും അനുഭവിക്കേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. പരലോക ജീവിതത്തെയും നരകത്തിലെ ശിക്ഷയെയും ഒക്കെ തള്ളിക്കളഞ്ഞവരായിരുന്നുവല്ലോ നിങ്ങൾ, അല്ലെ? അതൊക്കെ പറഞ്ഞിട്ടും പല യാഥാർത്ഥ്യങ്ങളും പല അള്ളാഹുവിന്റെ പല അത്ഭുതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല അനുഗ്രഹങ്ങളും ഓർമ്മപ്പെടുത്തിയിട്ട് ഇതൊക്കെ ഞാനാ ചെയ്തു തന്നത്, അതുകൊണ്ട് എന്നെ നിഷേധിച്ച് നടക്കല്ല, പരലോകത്തെ നിഷേധിച്ച് നടക്കല്ല എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടും വീണ്ടും സത്യനിഷേധിയായി ജീവിച്ച് എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞവരല്ലേ? ഇതാ ഇപ്പോൾ നിന്റെ മുമ്പിൽ ആ യാഥാർത്ഥ്യം വന്നെത്തിയിരിക്കുകയാണ്. അതാ 3 ശാഖകളായി പിരിഞ്ഞുയരുന്ന വമ്പിച്ച കരിമ്പുകയുടെ തണലാണ് നിങ്ങൾക്ക് ഇനി കിടക്കാനുള്ളത്. അല്ലാഹു തആല അവരെ വിളിച്ചു പറയും, അതെവിടെയാണ് നിങ്ങൾക്ക് കിടക്കാനുള്ളത്? ഇൻത്വലിഖു, പോകൂ അവിടേക്ക്. പക്ഷേ ആ തണൽ ഒരിക്കലും സാധാരണ തണല് പോലെയായിരിക്കില്ല. ചൂടിൽ നിന്ന് ഒരൽപ്പം പോലും ശാന്തിയോ സമാധാനമോ നൽകുകയില്ല. നരകത്തിൽ നിന്ന് ഉയരുന്ന അതിന്റെ തീപ്പൊരികൾക്ക് അതിനെ തടയുവാനോ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ശമനമെങ്കിലും ശാന്തിയെങ്കിലും ലഭ്യമാകുന്ന തണലായിരിക്കില്ല അത്. മറിച്ച് അത് അതിശക്തമായിരിക്കുന്ന തടവറയായിരിക്കും. വൻ കെട്ടിടം പോലെയുള്ള വമ്പിച്ച തീപ്പരികൾ പറപ്പിച്ചുകൊണ്ടിരിക്കും അന്ന് ആ നരകം. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ എല്ലാവിധ ശിക്ഷകളിൽ നിന്നും നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നരകം നമ്മൾ ഓർക്കുന്നതിനേക്കാളും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. ആ നരകത്തിന്റെ ഒരു കാറ്റ് പോലും അതിന്റെ അടുത്തേക്ക് അതിനെ കാണാൻ പോലുമുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകരുത്. മനസ്സിലായില്ലേ? അതിന്റെ വാസന പോലും, അതിന്റെ സ്മെല്ല് പോലും, അതിന്റെ അയലത്തേക്ക് പോലും അടുക്കാൻ നമുക്ക് കഴിയരുത്. അതിനെന്ത് വേണം? അള്ളാഹുവിനെ ഓർത്ത് അവനെ സ്മരിച്ച്
ജീവിതത്തെ ചിട്ടപ്പെടുത്തി യഥാർത്ഥ മുത്തഖീങ്ങളായി മുഖ്ലിസുകളായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഖ്ലിസുകളിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.